ഹലോ ഓൾ, നമ്മളിന്ന് നോക്കുന്നത് ട്രിഗ്നോമെട്രി ചാപ്റ്ററിലെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ട്രിഗ്നോമെട്രിയുടെ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പോർഷൻ ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു മരമുണ്ട് ആൻഡ് അതേ ഗ്രൗണ്ടിൽ കുറച്ച് അകലെയായിട്ട് ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ കുട്ടി നേരെ നോക്കുന്ന സമയത്ത് കാണുന്നത് ഈ ഒരു പോർഷനായിരിക്കും. ഇതാണ് കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് അല്ലേ, കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ ആണ് ഇത്. ഇനി കുട്ടി നോക്കുന്നത് മുകളിലേക്ക്, മരത്തിന് മുകളിലുള്ളൊരു മാങ്ങയിലാക്കി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ റേസ്ഡ് വ്യൂ ആണ് ഞാൻ ഈ വരയ്ക്കുന്ന ഇതെന്ന് പറയുന്നത് കുട്ടിയുടെ റേസ്ഡ് വ്യൂ ആണ്. ഓക്കെ, സോ ദ ആംഗിൾ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് റേസ്ഡ് വ്യൂ, ഈ സ്ട്രെയിറ്റ് വ്യൂവും റേസ്ഡ് വ്യൂവും തമ്മിലുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, സോ ഈ സ്ട്രെയിറ്റ് വ്യൂവും അതുപോലെ റേസ്ഡ് വ്യൂവും തമ്മിലുള്ള ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരു റിവറിൽ ഒരു തോണി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. തോണി അവിടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ, കുട്ടി നേരെ നോക്കുമ്പോൾ കാണുന്നത് ഈ ഭാഗമായിരിക്കും. ഇതാണ് കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ അല്ലേ. ഇനി കുട്ടി നോക്കുന്നത് തോണിയിലേക്ക് ആണെങ്കിൽ കുട്ടി ഒന്ന് കണ്ണ് താഴ്ത്തി, തല താഴ്ത്തി ഒന്ന് നോക്കേണ്ടി വരും അല്ലേ. സോ ഇതാണ് കുട്ടിയുടെ ലോവേർഡ് വ്യൂ. ഇത് സ്ട്രെയിറ്റ് വ്യൂ and this is lowered view. So angle between straight view and lowered view, ഇതിനെ പറയുന്ന പേരാണ് angle of depression. ഓക്കെ, സോ ഈ രണ്ട് കൺസെപ്റ്റാണ് ഇതിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത്. എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ, എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇനി അതുപോലെ ഇങ്ങനെ ആംഗിൾ ഓഫ് ഡിപ്രഷനും ആംഗിൾ ഓഫ് എലിവേഷനും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ക്ലൈനോമീറ്റർ. ഓക്കെ, ഇതിന് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ക്ലൈനോമീറ്റർ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്ലൈനോമീറ്റർ എന്ന് പറയുന്നത്. ഇതിൽ ഈ ഒരു ഭാഗത്തൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ത്രെഡ് എത്രമാത്രം ഡിസ്റ്റൻസിലാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്. അങ്ങനെയാണ് ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും കണ്ടെത്തുന്നത്. ഓക്കെ, സോ നമുക്ക് പേജ് നമ്പർ 125 ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് നോക്കി നോക്കാം. When the sun is seen at an angle of elevation of 40 degree, the length of a tree's shadow is 18 meters. What is the height of the tree? What should be the length of the shadow when the sun is at an angle of elevation of 80 degree? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കണം. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഫിഗറാണ് നമുക്ക് ആദ്യമായിട്ട് വരയ്ക്കാനുള്ളത്. സോ ഫിഗർ വരയ്ക്കാൻ ആണ് ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, സോ വെൻ the sun is at an angle of elevation of 40 degree. ഓക്കെ, 40 degree ആണ് സണ്ണിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ദ ലെങ്ത് ഓഫ് ട്രീസ് ഷാഡോ ഇസ് 18 മീറ്റേഴ്സ്. ആ ട്രീയുടെ ഷാഡോൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 18 മീറ്റേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ട്രീയുടെ ഹൈറ്റ് എത്രയാണ് എന്ന് നമുക്ക് ആദ്യം കണ്ടെത്തണം. ഓക്കെ, സോ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. സൂര്യൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, സൺ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി ട്രീ എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സൂര്യൻ ഇവിടെയാണ്, ട്രീ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഈ ട്രീയുടെ ഷാഡോ ഈ സൈഡായിരിക്കുമോ? ഓഫ് കോഴ്സ് ഈ സൈഡായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സൂര്യൻ്റെ ഓപ്പോസിറ്റല്ലേ നമുക്ക് ഷാഡോ കാണാൻ പറ്റുക. ഒരിക്കലും ഈ സൈഡ് വരയ്ക്കരുത്. ഇവിടെയാണ് ഈ ട്രീയുടെ ഷാഡോ ഉണ്ടാവുക. ഓക്കെ. ആൻഡ് ഇവിടെ സൂര്യനെ നോക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്, സൂര്യനെ കാണുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ട്രീ. ട്രീയുടെ ഹൈറ്റ് കണ്ടെത്തണം. ഓക്കെ. അപ്പോൾ ഇതിന് ഞാനൊരു ABC എന്ന് പേര് കൊടുക്കുന്നു. ഷാഡോയുടെ ലെങ്ത് എന്ന് പറയുന്നത് 18 മീറ്റേഴ്സ് ആണെന്ന് ഓൾറെഡി ഇവിടെ തന്നിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ AC കണ്ടെത്താൻ വേണ്ടി ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോ ഉപയോഗിക്കാം? ഇവിടെ കണ്ടെത്തേണ്ടത് ഓപ്പോസിറ്റ് സൈഡും തന്നിട്ടുള്ളത് അഡ്ജസൻറ്റ് സൈഡുമാണ്. സോ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് tan ആണ് അല്ലേ. അപ്പോൾ tan 40 ഡിഗ്രി ഈക്വൽ ടു AC ഡിവൈഡഡ് ബൈ BC. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു AC ഡിവൈഡ് ബൈ BC എന്ന് പറയുന്നത് 18 ആണ്. tan 40യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.8391 ആണ് tan 40യുടെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ AC കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ 18നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 0.8391 ഇൻറ്റു 18 എന്ന് കിട്ടും. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 15.1 മീറ്റേഴ്സാണ്. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദി ഷാഡോ വെൻ ദ സൺ ഇസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 80 ഡിഗ്രി. ഓക്കെ. സൂര്യനെ നമ്മൾ നോക്കുന്നത് 80 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണെങ്കിൽ ആ ഷാഡോയുടെ ലെങ്ത് എത്രയാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ 80 ഡിഗ്രി ആകണമെങ്കിൽ ഈ നോക്കുന്ന സ്ഥലം ഇങ്ങോട്ട് മാറോ അതോ ഇങ്ങോട്ട് മാറോ? ഓഫ് കോഴ്സ് ഇങ്ങോട്ടായിരിക്കും മാറുക. കാരണം ആംഗിൾ ഇങ്ങോട്ട് പോകുന്തോറും ആംഗിൾ കുറഞ്ഞു വരികയും അതുപോലെ ഇങ്ങോട്ട് വരുന്തോറും ആംഗിൾ കൂടി വരികയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ 80 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ പോയിൻറ്റിനെ ഒരു D ആയിട്ടും കൊടുക്കുന്നു. വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് DC. ഈ DC ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നമുക്ക് ട്രീയുടെ ഹൈറ്റ് 15.1 ആണെന്ന് ഓൾറെഡി അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡും തന്നിട്ടുണ്ട് ആൻഡ് അഡ്ജസൻറ്റ് സൈഡ് കണ്ടെത്തണം. സോ നമുക്ക് tan 80 ഒന്ന് കണ്ടെത്തി നോക്കാം. ഓക്കെ. സോ tan 80 ഡിഗ്രി ഈക്വൽ ടു AC ബൈ DC. ഓക്കെ. AC ബൈ DC. അപ്പോൾ tan 80 ദാറ്റ് ഈസ് ഈക്വൽ ടു tan 80യുടെ വാല്യൂ is 5.6713 ആണ്. ACയുടെ വാല്യൂ എന്ന് പറയുന്നത് 15.1 ആണ് ഡിവൈഡ് ബൈ DC. അപ്പോൾ DC ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. സോ DC ഈസ് ഈക്വൽ ടു 15.1 ഡിവൈഡഡ് ബൈ 5.67. ഈ 13 ചെറിയൊരു നമ്പർ ആയതുകൊണ്ട് അതിന് നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റു 100 രണ്ടിടത്തും ചെയ്യുന്നു. സോ ഇത് 15.1 ഇൻറ്റു 100 എന്ന് പറയുന്നത് 1510 ആണ് ഡിവൈഡ് ബൈ 567 എന്ന് കിട്ടും. ഓക്കെ. സോ ഇവിടെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടുക 2.66 മീറ്റേഴ്സ് ആണ്. സോ ലെങ്ത് ഓഫ് ദി ഷാഡോ എന്ന് പറയുന്നത് 2.66 മീറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. From top of a building, a person sees the foot of a shop 30 meters away at an angle of depression 25 degree. What is the height of the building? ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ ഒരു ഷോപ്പിൻ്റെ ഫുട്ട് അത് 30 മീറ്റേഴ്സ് ദൂരെയുള്ള കാണുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രിയിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം. സോ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നാണ് ആൾ നോക്കുന്നത് അല്ലേ. ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നാണ് നോക്കുന്നത്. സോ നമുക്കൊരു ബിൽഡിംഗ് ആദ്യം നോക്കാം. ഈ ബിൽഡിങ്ങിനെ ഞാൻ AB എന്ന് കൊടുക്കുന്നു. ഇതാണ് ബിൽഡിംഗ്. ഓക്കെ. ഇതാണ് ബിൽഡിംഗ്. ഇനി
ഷോപ്പ് നിൽക്കുന്നത് ഇതേ ഗ്രൗണ്ടിലല്ലേ, ഈ ഗ്രൗണ്ടിൽ ഇവിടെ ഈ ഒരു പോയിന്റിലാണ് ഷോപ്പ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ആ പോയിന്റിന് ഞാൻ സി എന്ന് കൊടുക്കുന്നു. സോ 30 മീറ്റർ അകലെയാണ് ഷോപ്പ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിൽഡിങ്ങും ഷോപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 30 മീറ്റേഴ്സാണ്. സോ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അതിനുവേണ്ടി ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ലോവേർഡ് വ്യൂ. ആൾ നിൽക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് അതിൻ്റെ ആളുടെ സ്ട്രെയിറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് വ്യൂവും അതുപോലെ ലോവേർഡ് വ്യൂവും തമ്മിലുള്ള ആംഗിളാണ് എപ്പോഴും എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രി എന്ന് പറയുന്നത്. ഒരിക്കലും ഇതല്ല ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഈ സ്ട്രെയിറ്റ് വ്യൂവും ലോവേർഡ് വ്യൂവും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. സോ ഇത് നമ്മൾ മാർക്ക് ചെയ്തു. ആൻഡ് ഈ 2 ലൈൻസും പാരലൽ ആയതുകൊണ്ടേ ഈ ആംഗിൾ 25 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എത്ര തന്നെ ആയിരിക്കും? 25 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുന്നു. അതിൽ tan 25 ഡിഗ്രി കണ്ടെത്താം. ദാറ്റ് ഈസ് ഈക്വൽ ടു AB/BC. ഓക്കെ, tan 25ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4663 ആണ്. ഈക്വൽ ടു AB ഡിവൈഡ് ബൈ BCയുടെ വാല്യൂ 30 ആണ്. ഓക്കെ, സോ ഇവിടെ AB കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? AB is equal to 30 into 0.4663. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 13.989 ആണ്. സോ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ഈക്വൽ ടു ഈ 9 ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ട് അതിനെ ഒഴിവാക്കി നോക്കിയാൽ റൗണ്ട് ചെയ്യുന്ന സമയത്ത് 13.99 മീറ്റേഴ്സ് എന്ന് നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ദ ആൻസർ.